ജാസ്മിൻ്റെ മുമ്പിൽ അങ്ങനെ ഇളിച്ചുകൊണ്ട് നിന്നപ്പോൾ ജാസ്മിന് തോന്നിക്കാണും ഡാഗിനിമയെ പോലാണെന്ന്. അതിനെന്ത് ജാസ്മിനെ കുറ്റം പറയാൻ പറ്റുമോ? നമസ്കാരം, ഇക്കുത്തിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിനകത്ത് ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ജാസ്മിന് ബോഡി ഷേമിങ് നടത്തി. അതായത് അൻസിബ ഹസൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അതായത് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ വന്നിട്ട് എന്തോ ടാസ്ക് കൊടുത്തപ്പം ഗസ്റ്റ് ടാസ്ക് കൊടുത്തപ്പം പിന്നെ അത് പോയി റോബോട്ടായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ വന്ന് അവർ ക്ഷണിക്കുന്ന സമയത്ത് അവരത് മൈൻഡ് ചെയ്യാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അൻസിബയുടെ ചിരി കണ്ടിട്ട് ജാസ്മിൻ പെട്ടെന്ന് പറയുകയാണ്, അതൊന്ന് കേട്ട് നോക്ക്, അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ചിരി കാണുമ്പോൾ ഡാഗിനി തള്ളയെ ഓർമ്മ വരുന്നു. ജാസ്മിൻ അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ബോഡി ഷേമിംഗ് ആണെന്ന്. കാരണം നമ്മൾ പലരെയും കാണുമ്പോൾ പറയാറില്ലേ, നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു, അതൊക്കെ ബോഡി ഷേമിങ്ങാണ്. ഇപ്പോൾ പലരും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചിലർ പറയും, കാണാൻ എന്ത് രസമുണ്ട്, ഇപ്പോൾ മുടിയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഒരു ചെക്കനെ കാണുമ്പോൾ മമ്മൂട്ടിയെ പോലെ ആയല്ലോ എന്ന് പറയും. നേരെ മറിച്ച് ആ മുടി വെട്ടിട്ട് ചെക്കൻ എന്തുകൊണ്ട് എന്തൊരു കോലമാണ് ഇത്, ഇന്ദ്രൻസിനെ പോലെ ആയല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ബോഡി ഷേമിങ് ആയി. അപ്പം മമ്മൂട്ടി നല്ലതും ഇന്ദ്രൻസ് മോശക്കാരനുമാണ്. ഇന്ദ്രൻസിനെ കാണാൻ കൊള്ളില്ല, ഇന്ദ്രൻസിന് സൗന്ദര്യമില്ല. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമല്ലേ ഇത്, നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ ബോഡി ഷേമിങ്. കേൾക്കുന്നവരുടെ മനസ്സിലാണ് ആ ബോഡി ഷേമിങ് രൂപപ്പെടുന്നത്. അല്ലാതെ ഇപ്പം അവർ പറഞ്ഞതിൻ്റെ പേരിൽ അത് ഇതാവുകയാണ്. എനിക്ക് എന്താ പറയുന്നത്, ബാലരമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ട കഥാപാത്രം ലുട്ടാപ്പിയാണ്. മായാവിയേക്കാൾ ഇഷ്ടം ലുട്ടാപ്പിയാണ്. മായാവിയെ നല്ല നായകൻ മായാവിയും വില്ലൻ ലുട്ടാപ്പിയാണ്. എനിക്കിഷ്ടം ലുട്ടാപ്പിയാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങളെ ക്യാരക്ടറുകളൊക്കെ ഉള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് അവരിപ്പോൾ അങ്ങനെ പറയാം, മനസ്സിലായില്ലേ? അതുകൊണ്ട് കാണുന്നവരുടെ കണ്ണിലാണ് ആ കുഴപ്പം. അല്ലാതെ പിന്നെ ജാസ്മിൻ നല്ലതാണെന്നോ അല്ലെങ്കിൽ നല്ല ഇതാണെന്നുള്ള രീതിയിലോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള ആളൊന്നും അല്ല. എങ്കിൽ പോലും അത് ആ ഒരു കണ്ടൻറ്റ് ഇപ്പം യൂട്യൂബിൽ ഒരുപാട് പലരുടെയും ചാനലിനകത്ത് ജാസ്മിൻ ബോഡി ഷേമിങ് നടത്തി എന്ന് പറഞ്ഞ് ഒരുപാട് കണ്ടൻറ്റുകൾ ഇങ്ങനെ യൂട്യൂബിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഗ്രൂപ്പിനകത്ത് മെസ്സഞ്ചർ കോൾ, വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് കുറേ പേരിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞ്, അയ്യോ എന്നെ കണ്ടിട്ട് നിന്നെ കാണാൻ ലാലേട്ടൻ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഇതിലും നല്ല താടിയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം തന്നെ ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ കൊണ്ടെടുത്ത് വെച്ചിട്ട് ലാലേട്ടനെ പോലെ ഇച്ചിരി തോളൊക്കെ ചെറുതായിട്ട് ചരിച്ചിട്ട് എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്ന് ഇങ്ങനെ ഡയലോഗ് അടിച്ച്. അപ്പം തന്നെ അവൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ച ഏത് ലാലേട്ടനെയാണ്? ഞാൻ ഉദ്ദേശിച്ച തെങ്കാശിപ്പണ്ണ സിനിമയിലെ ലാലേട്ടനെയാണെന്ന്. അവളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അത് ഓരോരുത്തരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടിൻ്റെയാണ്, മനസ്സിലായില്ലേ? അവർക്ക് നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ ജാസ്മിൻ ചെയ്തത് ഒരു വലിയൊരു മോശപ്പെട്ട കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ജസ്റ്റ് സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലങ്ങ് പറഞ്ഞതാണ്, മനസ്സിലായത്? നിങ്ങൾക്കാണ് ഗാനത്തിലുള്ളത്. അതിങ്ങനെ വശീകരിച്ച് ബോഡി ഷേമിങ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഏകദേശം കേടുന്നവർക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ശരിക്കുള്ള സംഭവം. അല്ലാതെ പിന്നെ ചിലരെ കാണുമ്പോൾ ചില പ്രത്യേക നമ്മുടെ മനസ്സിൽ ചിലർക്കൊരു സൗന്ദര്യം വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് സൗന്ദര്യം, മനസ്സിലായി? എല്ലാവരും മനുഷ്യരല്ലേ. ഡാഗിനി എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. എന്നാലും അതൊരു മനുഷ്യനായിട്ടാണല്ലോ നമ്മൾ കാണേണ്ടത്. അങ്ങനെ കണ്ടാൽ മതി. അതൊരു ഡാഗിനത്തുള്ള ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുട്ടൂസിനായിട്ട് ഇത്രയും കൊല്ലം ഒരു നല്ല സുഹൃത്തായിട്ട് ജീവിച്ചിട്ടും ഇതുവരെ ഒരു പേര് പോലും കേൾപ്പിക്കാത്ത സ്ത്രീയാണ് ഡാഗിനി എന്ന് പറയുന്ന സ്ത്രീ. അപ്പം അവരൊരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഒരിക്കലും ചിത്രീകരിക്കേണ്ട കാര്യം, അതൊരു മോശമാണെന്ന് തോന്നുകയും വേണ്ട കേട്ടോ. അതുകൊണ്ട് അൻസിബ ഫാൻസിനോ അങ്ങനെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നേണ്ട ആവശ്യമില്ല. അതൊരു നല്ല രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഫണ്ണിന് എടുത്താൽ പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാവരുടെ എടുത്ത് പൊങ്കാലിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെയും പൊങ്കാലിടാൻ വേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ